സ്ത്രീകളടങ്ങുന്ന കേന്ദ്രസേനയുടെ ഉദ്യോഗസ്ഥർ, അതോടൊപ്പം തന്നെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രി ഇപ്പോൾ താമസിക്കുന്ന വീട്ടിൽ നിന്നും പോയ സമയത്ത് മുതിർന്ന നേതാക്കന്മാരുടെ നേതൃത്വത്തിലാണ് അവർക്കെതിരെ ആക്രമണം അഴിച്ചുവിടാൻ വേണ്ടിയുള്ള ഗൂഢാലോചനയും അതിൻ്റെ തുടർന്നുള്ള പ്രവർത്തനങ്ങളും നടന്നത്. തിരുവനന്തപുരത്തെ അറിയപ്പെടുന്ന കുപ്രസിദ്ധരായ ക്രിമിനൽ സംഘം പലരും അതിന് നേതൃത്വം കൊടുത്തിട്ടുണ്ട്. ഇന്ന് പോലീസ് ചിലരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ അതിലപ്പുറം ആൾക്കാരെ പങ്കെടുത്തിട്ടുണ്ട്. നമുക്കറിയാം, അതിൽ ഫോട്ടോയൊക്കെ കണ്ടു കഴിഞ്ഞാൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ കാറ് പോകുമ്പോൾ അതിനെ തടഞ്ഞു നിർത്തി ചുടുകല്ലെറിയുന്നതൊക്കെ തന്നെ വളരെ വ്യക്തമായിട്ട് മാധ്യമങ്ങളിലൊക്കെ വന്ന ചിത്രമാണ്. അവരെ ഒന്നും തന്നെ പ്രതി ചേർക്കുവാൻ അറസ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ടില്ല. അപ്പോൾ ഇത് രാജ്യത്തിൻ്റെ തന്നെ വളർച്ചയ്ക്ക് വലിയൊരു തടസ്സമാണ്. അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോൾ ക്രമക്കേട് കാണിക്കുന്നവരെയൊന്നും അന്വേഷണ ഏജൻസികൾക്ക് ചോദ്യം ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നിരപരാധികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കോടതി മുമ്പാകെ ബോധ്യപ്പെടുത്താം, ED അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ മുൻപാകെ ബോധ്യപ്പെടുത്താം. അപ്പോൾ ശക്തമായ നടപടി പോലീസ് സ്വീകരിക്കണം. ഇപ്പോൾ പറയുന്ന പ്രതിപട്ടികയിൽ പറയുന്നവരോ അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടവരോ ഒന്നും മാത്രമല്ല, അല്ലെങ്കിൽ തിരുവനന്തപുരം ഉൾപ്പെടെ പല സ്ഥലങ്ങളും വീണ്ടും കൂടുതൽ സംഘർഷഭരിതമാകാനുള്ള സാധ്യതയുണ്ട്. ശക്തമായ നടപടി പോലീസ് സ്വീകരിക്കണം. ഒരു സമരത്തിൻ്റെ കേസോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു രാഷ്ട്രീയ തർക്കത്തെ കൈകാര്യം ചെയ്യുന്നത് പോലെ പോലീസ് സംവിധാനം ഇക്കാര്യങ്ങളെ കാണരുത് എന്നാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ എന്നുള്ള നിലയ്ക്ക് സൂചിപ്പിക്കുന്നത്.